2023-24 മണ്ഡലകാലം ഓർമ്മിപ്പിക്കുകയാണ് ശബരിമല. തീർത്ഥാടകർ ദർശനം നടത്താൻ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട്. മണിക്കൂറുകൾ വരി നിന്നാണ് വലിയ നടപ്പന്തൽ വരെ എത്തുന്നത്. അവിടെ നിന്ന് മുകളിലേക്കുള്ള യാത്ര പിന്നെയും അനിശ്ചിതത്വത്തിലാണ്. 18ാം പടി കയറാൻ തന്നെ 5-6 മണിക്കൂർ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിൽ അട്ടിമറിയുണ്ടോ എന്നാണ് സംശയം ഉയരുന്നത്. 18ാം പടിയിലൂടെ മിനിറ്റിൽ 90 തീർത്ഥാടകരെ കയറ്റിവിടുന്നതാണ് മാതൃകാപരമായി മുൻ വർഷങ്ങളിൽ കണ്ടത്. ഇപ്പോഴത് 50 മാത്രമാണ്. ശബരിമലയിൽ വലിയ തിരക്കുണ്ടായ 2023-24 വർഷവും സ്ഥിതി ഇതായിരുന്നു. കഴിഞ്ഞ വർഷം 18ാം പടിയിലൂടെ മിനിറ്റിൽ 80 മുതൽ 90 വരെ തീർത്ഥാടകരെ കടത്തിവിട്ടതോടെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. പോലീസും മറ്റു സംവിധാനങ്ങളും മനസ്സറിഞ്ഞ് യത്നിച്ചാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതിനായി കൂടുതൽ പോലീസിനെ 18ാം പടിയിൽ മാത്രം നിയോഗിച്ചാൽ പോരാ, തീർത്ഥാടന പാതയിൽ മുഴുവൻ നിയോഗിക്കണം. പോലീസ് മാത്രം വിചാരിച്ചാലും നടക്കില്ല. ദേവസ്വം ഉദ്യോഗസ്ഥരും മനസ്സ് വയ്ക്കണം. കാരണം അപ്പത്തിന് മരവണയ്ക്കും ചീട്ടാക്കാനും വിതരണം ചെയ്യാനും ഒക്കെ വേഗം കൂടിയെങ്കിൽ മാത്രമേ തീർത്ഥാടകർക്ക് അതിവേഗം ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ സാധിക്കുകയുള്ളൂ. ശബരിമലയിൽ ഈ ജോലികളെല്ലാം ഇപ്പോൾ മന്ദഗതിയിലാണ്. ഏതാനും ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത നടപടിക്ക് പിന്നാലെ മൊത്തത്തിലൊരു മെല്ലപ്പോക്കുണ്ടോ എന്നാണ് അറിയേണ്ടത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അനായാസമാകണം ശബരിമല ദർശനം. ശബരിമല തീർത്ഥാടനത്തിൽ ഉണ്ടാകുന്ന ചെറിയ പാളിച്ചകൾ പോലും രാഷ്ട്രീയമായി വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട്. കാരണം ശബരിമല എന്ന് പറയുന്നത് അത്രയേറെ വൈകാരികമായൊരു വിഷയമാണ്. ഈ വിഷയത്തെ ആ ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ മുന്നൊരുക്കം പാളി. വിവിധ ജോലികൾക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നെങ്കിലും പലരും വന്ന് ചുമതലയേറ്റില്ല. എത്താത്തവർക്ക് പകരം ആളുകളെ നിയോഗിക്കാനും കഴിഞ്ഞില്ല. വെർച്വൽ ക്യൂ പോലും പാളി. ബുക്ക് ചെയ്ത ദിവസമല്ലാതെ തീർത്ഥാടകർ എത്തുകയാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെയുള്ളവരെ നിയന്ത്രിച്ചിരുന്നെങ്കിലും ഈ വർഷം അത് സാധിക്കുന്നില്ല. വേണ്ടത്ര ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള നിയന്ത്രണവും സാധിക്കുന്നില്ല. കഴിഞ്ഞ വർഷം തൃപ്തികരമായി തീർത്ഥാടനം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് ADGP S. ശ്രീജിത്ത്. ഈ വർഷം തീർത്ഥാടകർ ദിവസം തെറ്റിച്ചെത്തുകയാണെന്ന് ADGP പറയുന്നു. വലിയ നടപ്പന്തലിലെ സ്ഥിതിയൊക്കെ അതികഠിനമാണ്. ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാതെ തീർത്ഥാടകർ നിന്ന് തളരുന്നു. മണിക്കൂറുകൾ അവിടെ കുടുങ്ങുന്നവർക്ക് ഒന്നിരിക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയേറെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നടപ്പന്തൽ. ഇവിടെ പ്രശ്നം 18ാം പടിയിൽ കൂടുതൽ ആളുകളെ കയറ്റാൻ സാധിക്കാത്തത് മാത്രമല്ല, സന്നിധാനത്തെത്തുന്നവർ അതിവേഗം ദർശനം കഴിഞ്ഞ് മടങ്ങാത്തത് കൂടിയാണ്. സന്നിധാനത്തെ നടപടികളും വളരെയേറെ വൈകുന്നുണ്ട്. തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് അതേ വേഗത്തിൽ സന്നിധാനത്ത് നിന്നും താഴേക്കിറങ്ങിയാലല്ലാതെ കൂടുതൽ തീർത്ഥാടകരെ അവിടെ നിന്നും കയറ്റിവിടാൻ കഴിയില്ല. അപ്പോൾ ഈ വർഷത്തെ മുന്നൊരുക്കങ്ങളിലുണ്ടായ പാളിച്ച തന്നെയാണ് ഇവിടെ നിഴലിച്ചു നിൽക്കുന്നത്. തീർത്ഥാടനത്തിന് തൊട്ടു മുൻപാണ് ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. ഇക്കാലത്ത് മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ നടക്കുകയായിരുന്നു. അതിപ്പോഴും തുടരുന്നുമുണ്ട്. ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. കേസും കൂട്ടവും ഒരു വശത്ത് നടന്നാലും തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളെ അത് ബാധിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഇത്തവണ അത് ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പഴയ ഭരണസമിതി തന്നെയാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടിയിരുന്നത്. ദേവസ്വം വകുപ്പ് പോലെ വെള്ളാനകൾ നിയന്ത്രിക്കുന്ന സംവിധാനം വേറെ ഇല്ല. ഇത്തരക്കാർക്ക് കേസുകൾ വന്നതോടെ പിന്മാറി. പകരക്കാർ ചുമതല ഉഷാറാക്കിയില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ദേവസ്വം ജീവനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. ഇത്രയേറെ കേസുകളും പുറത്തുള്ള വിചാരണ നടക്കുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പുതിയ ദേവസ്വം ഭാരവാഹികൾ ജീവനക്കാരുടെ വിശ്വാസം നേടിയെടുക്കണം. എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനം ചലിക്കണം. അതിന് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ മതിയാകില്ല. അഭൂതപൂർവമായ തിരക്കാണ് ഇത്തവണ. സാധാരണ മണ്ഡലകാലം അവസാനിക്കുമ്പോഴാണ് ഇത്രയേറെ തീർത്ഥാടകർ എത്തുന്നത്. വൃശ്ചികം 2-ാം തീയതി തന്നെ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറയുന്നത് അപൂർവമാണ്. തീർത്ഥാടകരിലേറെയും ആദ്യ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്താൻ എത്തിയതാണ് ഈ സ്ഥിതി ഇത്രയും ഗുരുതരമാക്കിയത്. മകരവിളക്ക് സമയത്തൊക്കെ എത്തുന്നത് പോലെയുള്ള ആൾത്തിരക്കാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി. ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ അപ്പാടെ പാളി എന്ന് വേണം മനസ്സിലാക്കാൻ. ടോക്കൺ ലഭിക്കാത്ത തീർത്ഥാടകരാണ് കൂട്ടമായി എത്തിയത്. എല്ലാവരും നിലയ്ക്കലിലേക്ക് എത്തി ടോക്കൺ എടുക്കാൻ തീരുമാനിച്ചു. അതാണ് സ്ഥിതി വഷളാക്കിയത്. തീർത്ഥാടകർക്ക് ടോക്കൺ നൽകാതിരുന്നാൽ ഇതിലും വലിയ പ്രതിഷേധമുണ്ടാകും. ദേവസ്വം അധികൃതർ ഏറെക്കുറെ നിസ്സഹായരാണെന്നുകൂടി പറയാം. നിലയ്ക്കലിൽ നിന്ന് KSRTC ബസ്സുകൾ ആയിരങ്ങൾ ഓരോ മണിക്കൂറിലും പമ്പയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ ഒരിഞ്ച് സ്ഥലം ബാക്കിയില്ലാതെ നിറഞ്ഞ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള വഴി മുഴുവൻ തീർത്ഥാടകർ നിൽക്കുകയാണ്.
അതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാതെ വയ്യ, 3500 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊപ്പം സജീവമാകാറുള്ള ദ്രുതകർമ്മ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയുമുണ്ട്. അവരുടെ വരവ് ഇത്തവണ അല്പം വൈകിപ്പോയി. അതും സ്ഥിതി വഷളാക്കി എന്നാണ് ദേവസ്വം ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ 10 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുന്നതിനെയൊക്കെ അതികഠിനമെന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല. 18ാം പടി കയറുന്നവരുടെ എണ്ണം ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാവുകയാണ് പെട്ടെന്നുണ്ടാകേണ്ട പരിഹാരം. ഇതിനായി സന്നിധാനത്ത് അതിവേഗം കാര്യങ്ങൾ നടക്കണം. ഇതിനായി ദ്രുതകർമ്മ സേന തന്നെ രംഗത്തിറങ്ങണം. കുടിവെള്ളം കിട്ടുന്നില്ല എന്നതാണ് അടുത്ത വലിയ പരാതി. 10-12 മണിക്കൂർ വരി നിൽക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കി നൽകേണ്ടത് മനുഷ്യത്വത്തിന്റെ കൂടി പ്രശ്നമല്ലേ? അപ്പോൾ അതിനുള്ള സംവിധാനവും ഉണ്ടായേ മതിയാവുകയുള്ളൂ. ശുചിമുറികളൊക്കെ ഉപയോഗശൂന്യമായതും പ്രശ്നമാണ്. അടിക്കടി വൃത്തിയാക്കുന്നത് നടക്കുന്നില്ല. കൂടുതൽ ശുചീകരണ തൊഴിലാളികളെ എത്തിച്ചു വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ. പമ്പാ നദി വൃത്തിയാക്കേണ്ടതുണ്ട്. മാലിന്യമൊക്കെ നീക്കി തീർത്ഥാടകർക്ക് മുങ്ങി നിവരാൻ സൗകര്യമൊരുക്കണം. ക്യൂ കോംപ്ലക്സുകളിൽ തീർത്ഥാടകർ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കണം. വരികൾ എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതും ഉറപ്പാക്കേണ്ടതുണ്ട്. മണിക്കൂറുകൾ ഒരേ സ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നതിനാലാണ് ഈ പ്രശ്നം വഷളായി പോകുന്നത്. തിരക്ക് ഭയാനകമാണ് എന്ന് ദേവസ്വം പ്രസിഡന്റിന് തന്നെ പറയേണ്ടി വന്നതും ഈ സാഹചര്യത്തിലാണ്. തൃശൂർ പൂരവും അതിനു മുൻപ് ശബരിമല തീർത്ഥാടനവും അലങ്കോലമായപ്പോൾ ചില ഉദ്യോഗസ്ഥരെങ്കിലും പ്രതിസ്ഥാനത്ത് വന്നിരുന്നു. ഇപ്പോൾ രണ്ടിടത്തും ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാർ അതിന്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടയാളാണ്. അപ്പോൾ നടപടി സ്വീകരിക്കേണ്ടവർ അത് ചെയ്യാത്തതാണ് ഇത്തരം അലങ്കോലങ്ങൾക്ക് കാരണമാകുന്നത്. കടുങ്കെട്ടുകൾ അഴിച്ചെടുക്കുന്നതിന് പകരം അത് കൂടുതൽ മുറുക്കിക്കെട്ടാനാകും രാഷ്ട്രീയ എതിരാളികളൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേറെ തീർത്ഥാടകർ എത്തുമ്പോൾ ചില അസൗകര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. മാനുഷികമായ നോട്ടപ്പിശകം സംഭവിക്കാം. പക്ഷേ അതുതന്നെ തുടരുക എന്നത് സ്ഥിതി ഗുരുതരമാക്കും. ഇപ്പോൾ ശബരിമല തീർത്ഥാടനം ആദ്യത്തെ ദിവസങ്ങളിലാണ്. അപ്പോൾ ഇനി വേണ്ടത് ഇത് എത്രയും വേഗം സ്ഥിതി നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളതാണ്. മകരവിളക്ക് കാലത്ത് പോലും ഭംഗിയായി തീർത്ഥാടനം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സംവിധാനമാണ് ദേവസ്വം ബോർഡിനും കേരള പോലീസിനുമുള്ളത്. രണ്ടു കൂട്ടരും മറ്റ് സർക്കാർ വകുപ്പുകളും കൈമെയ് മറന്നിറങ്ങുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള പ്രതിവിധി. അത് എത്രയും വേഗം ഉണ്ടാവുകയും വേണം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയം നാളെ വീണ്ടും ഇതേ സമയം.